നമ്മൾ മിണ്ടുന്ന ഈ നിമിഷം വരെ ഔദ്യോഗികമായിട്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നും ആരെങ്കിലും അങ്ങനൊരു വിഷയം എന്നോട് സംസാരിക്കുകയോ ഞാൻ തിരിച്ച് സംസാരിക്കുകയോ ഉണ്ടായിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഉപതെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യങ്ങളിലുമെല്ലാം എപ്പോഴും ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ എൻ്റെ പേരിങ്ങനെ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് പറഞ്ഞ് വരുന്നത് ഞാൻ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അത് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേന്ദ്രവും കേരളവും 10 വർഷം നമുക്ക് ഭരണമില്ലാതൊരു സമയത്ത് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് തുറന്നു പറയാൻ കാണിക്കുന്ന എൻ്റെ നിലപാടിനോട് കാണിക്കുന്നൊരു സ്നേഹമായിട്ടായിരിക്കും ആ പേരങ്ങനെ വരുന്നത് എനിക്കൊരു അംഗീകാരം കിട്ടുന്നത് പോലെ ഞാൻ കാണുന്നു. പക്ഷേ നേതൃത്വം അത് ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് പരാതികളില്ല. ഞാനൊരു അച്ചടക്കമുള്ള പ്രവർത്തകനായി 10-30 മണ്ഡലങ്ങളിൽ എനിക്ക് പറ്റുന്നിടത്തോളം മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണത്തിന് പോകും. ഞാൻ അതെല്ലാ തവണയും പോയിട്ടുണ്ട്. നിർദ്ദേശം ആവശ്യപ്പെട്ടാൽ തയ്യാറാണ്. ആവശ്യപ്പെട്ടാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയും പറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടാൽ നിൽക്കാം. പക്ഷെ ഇല്ലെങ്കിലും പരാതിയില്ല. അല്ലാതെ അതൊരു ഞാനതിലൊരു ഭയങ്കര ഒബ്സസ്ഡ് ആണ് അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. ആവശ്യപ്പെട്ടാൽ ആലോചിക്കാം, അല്ലെങ്കിൽ തയ്യാറാണ്. എന്നാൽ കിട്ടിയില്ലെങ്കിൽ, എന്നോട് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിലും ആവശ്യപ്പെട്ടില്ലെങ്കിലും എനിക്ക് പരാതിയില്ല. ഞാൻ ഉറപ്പായിട്ടും എന്നെ കൊണ്ട് പറ്റുന്നത്രയും മണ്ഡലങ്ങളിൽ ഒരു പ്രവർത്തകനായിട്ട് ഞാൻ പ്രചരണത്തിന് പോകും. ഇല്ല ഞാൻ അത് പറയാതിരുന്നോണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ലല്ലോ. ഞാനത് പറയാതിരിക്കുന്നത് എന്തിനാണെങ്കിൽ അത് അങ്ങനെ പറയണ്ടല്ലോ. അപ്പം അത് പറയേണ്ട ആളുകൾ പറയേണ്ട സമയത്ത് ഞാനുമായിട്ട് കൂടെ സംസാരിച്ചിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും അറിയിക്കും. വാർത്ത ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു പ്രത്യേക വാർത്തയല്ല. അത് എല്ലാ തവണയും അങ്ങനെ കേൾക്കാറും കാണാറുമുണ്ട്. പാലക്കാട് എന്നുള്ളതല്ല. ഞാൻ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ പാർട്ടിയിൽ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ബോധ്യം അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്ത ഉള്ള ഒരാളെ സംബന്ധിച്ച് അതൊരു ഭാഗ്യമാണ്, ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനമാണെന്ന് പറയുന്നതിന് എനിക്ക് അഭിമാനമാണ്. അതുകൊണ്ട് അതൊരു ഏത് മണ്ഡലമായാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഇന്നലെ രാവിലെ ഇങ്ങനെ ഒരു വാർത്ത വന്നതിൽ തൊട്ട് ഞാൻ പറയുന്നുണ്ട്, ഇവർക്ക് കേരളത്തിലെ മാപ്രകൾക്ക്, വേശ്യാമാധ്യമങ്ങൾക്ക് ഒരു പണിയുമില്ലാതെ കണ്ടന്റിൻ്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. കാരണം ഒരു ഘട്ടത്തിൽ കണ്ണൻ ഗോപിനാഥനായിരുന്നു, അത് കഴിഞ്ഞ് കെ മുരളീധരനായി, അതിനിടയിൽ ശ്രീനാദേവി കുഞ്ഞമ്മ വന്നു, ഇപ്പം രമേശ് പിഷാരടിയിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പോൾ പാലക്കാട് എന്ന് പറഞ്ഞാൽ രമേശ് പിഷാരടിയുടെ ഈ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് തൃപ്പൂണിത്തറയിൽ കെ ബാബു മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ ഇടത്ത് തൃപ്പൂണിത്തറയിൽ മത്സരിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞു കേട്ടത്. അപ്പോൾ പിഷാരടിയുടെ പേരുണ്ടായിട്ടും തൃപ്പൂണിത്തറയോട് ചേർത്ത് വെച്ചിട്ട് വലിയ ചർച്ചകളൊന്നും വരുന്നില്ല. പിന്നെ എന്താണ് ചർച്ച ഉണ്ടാവണമെങ്കിൽ അവിടെ രാഹുലിൻ്റെ തട്ടകം വേണം, രാഹുലിൻ്റെ പേര് വേണം. പാലക്കാട് ശ്രദ്ധേയമാകുന്നതും പാലക്കാട് വേറിട്ട് നിൽക്കുന്നതും രാഹുലുള്ളത് കൊണ്ടാണ്. അപ്പോൾ രാഹുലിൻ്റെ പേര് വേണം. ഇവിടെ എല്ലാവർക്കും വലിയ വെപ്രാളമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾക്കൊരു വലിയ വെപ്രാളമുണ്ട്. എന്താണ് ആ വെപ്രാളം? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയെങ്ങാനും മത്സരിക്കുമോ കൈപ്പത്തി അടയാളത്തിൽ? അതൊരു ഭയമാണ്. അപ്പോൾ അതിനു മുന്നേ ഇത്തരത്തിൽ പല ഐഡിയകളും പല കുത്തിത്തിരിപ്പുകളും ഇറക്കി നോക്കുകയാണ്. പാലക്കാട് ആദ്യം പറഞ്ഞു കണ്ണൻ ഗോപിനാഥൻ വരും, അത് കഴിഞ്ഞ് പറഞ്ഞു ശ്രീനാദേവി വരും, അത് കഴിഞ്ഞ് പറഞ്ഞു ഇല്ല, വി ഡി സതീശൻ നിർദ്ദേശം നൽകി കെ മുരളീധരൻ പാലക്കാട്ടേക്ക്. ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് രമേശ് പിഷാരടിയാണ്. ഇപ്പം പിഷാരടി എന്താ പറയുന്നത്? ഇന്ന് രാവിലത്തെ വാർത്ത കേട്ടാൽ നിങ്ങൾ കരുതും ഇത് പറയുന്നത് സത്യമാണെന്ന്. കാരണം എന്താ പറയുന്നത്? ഇന്നലെ ഈ പറയുന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ഇവരൊക്കെ ഡൽഹിയിൽ പോയിട്ട് AICC നേതാക്കളുമായിട്ട് വലിയ ചർച്ചകളൊക്കെ നടത്തി തിരിച്ചെത്തിയതാണ്. അപ്പോൾ ആ ചർച്ച അവിടെ പോയി വന്നതിൽ പിന്നെയാണ് ഈ വാർത്ത വരുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? സതീശൻ പട്ടിക കൈമാറി, അതിൽ പാലക്കാട് ഒറ്റ ഓപ്ഷനാവുള്ളൂ, 2 പേരില്ല, അത് രമേശ് പിഷാരടിയുടെ. ഇവരാരോ പട്ടിക കണ്ടതുപോലെയാണ് ഇവരുടെ വർത്താനം. അത് കഴിഞ്ഞിട്ട് മറ്റൊരു സെൻറ്റൻസ് കൂടിയുണ്ട്, അത് വളരെ ശ്രദ്ധേയമാണ്. പിഷാരടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് പിഷാരടിയോട് സംസാരിച്ചപ്പോഴും മനസ്സിലായത് പിഷാരടി സമ്മതം അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? കേരളത്തിലെ മാപ്രകൾ പറയുന്നത്. അപ്പോൾ പിഷാരടി എന്താ പറയുന്നത്? എന്നോട് അങ്ങനത്തെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, അങ്ങനെ ഒരു നിർദ്ദേശവും തനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പിഷാരടി തുറന്ന് പറയുക. അപ്പോൾ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ വാർത്ത കൊടുത്തത്? ഏത് പട്ടികയിൽ പിഷാരടിയുടെ പേര് മാത്രമേ ഉള്ളൂ, ഏത് പാലക്കാട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ. അതുപോലെ ഈ പറയുന്ന പിഷാരടിയോട് സംസാരിച്ചപ്പോൾ പിഷാരടി സമ്മതം അറിയിച്ചു അത്രേ കോൺഗ്രസ് നേതൃത്വത്തെ മത്സരിക്കാൻ.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ വാർത്ത ഇവർ എവിടുന്നാണ് കൊടുക്കുന്നത്? ഈ വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ പിഷാരടി എന്താ പറയുന്നത്? അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. അത് നടന്നാൽ നിങ്ങളോട് പറയുന്നതിൽ എന്താ കുഴപ്പമുള്ളത്? അപ്പോൾ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന് മുൻപേ ഇവരുടെ ഇമാജിനേഷൻ വെച്ചിട്ട് പറയുന്നത് നോക്കണം. പിഷാരടി സമ്മതം അറിയിച്ചു എന്നാണ്, കോൺഗ്രസ് നേതൃത്വത്തെ മത്സരിക്കാനുള്ള സമ്മതം അറിയിച്ചു എന്നാണ് അറിയുന്നത്. എങ്ങനെ അറിഞ്ഞു? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വെപ്രാളമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങാനും മത്സരിക്കുമോ എന്നുള്ള ഒരു വെപ്രാളം. ആ വെപ്രാളത്തിന് തൊട്ട് പിന്നെ കാരണം ഇന്നലെയാണ് VK ശ്രീകണ്ഠനും രാഹുൽ മാങ്കൂട്ടവും ചർച്ച നടത്തിയത്. അപ്പോൾ അതിൽ പിന്നെ ഒന്നുകൂടി വെപ്രാളം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ആ വെപ്രാളത്തിന് പുറത്താണ് ഇപ്പം ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം ജനങ്ങൾക്കിടയിൽ, സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഒരു കുത്തിത്തിരിപ്പ്, ഒരു കൺഫ്യൂഷൻ. എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് ഊറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നത്. എടാവോ മാപ്രകളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സ്ഥാനാർത്ഥിയായാൽ അവിടുത്തെ ജനം ഇരു കൈയും നീട്ടി സ്വീകരിക്കും അയാളെ. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, രമേശ് പിഷാരടി മത്സരിക്കും. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് പിഷാരടി മത്സരിക്കും. എവിടെ? പാലക്കാടല്ല, അത് ഉറപ്പ്. പാലക്കാടല്ല രമേശ് പിഷാരടി മത്സരിക്കുക. രമേശ് പിഷാരടി മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് മറ്റൊരിടത്താണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാലക്കാട് ആരാ മത്സരിക്കുക? പാലക്കാട് രാഹുൽ മാങ്കൂട്ടപ്പെടോ? അതിന് നിങ്ങളെ സമ്മതം വേണോ? അതിന് നിങ്ങളെ സർട്ടിഫിക്കറ്റ് വേണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും വല്ല ഒപ്പോ വല്ല സാക്ഷ്യപത്രമോ അങ്ങനെ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. നിങ്ങൾ ആരും ഒരു വിഷയമല്ല. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കുന്നു എന്നുള്ളത് വാർത്തയാക്ക്. ഇനി അതല്ല, അത് നിങ്ങളുടെ അജണ്ടക്ക് പുറത്ത്, അതല്ല നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് ശ്രമമെങ്കിൽ നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്ക്. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാനാണ് നിങ്ങൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. നിങ്ങൾ പദ്ധതി ഇട്ടോ, വേട്ടയാടിക്കോ, കുഴപ്പമില്ല. രാഹുലിനെ തീർത്ത് കളയാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ രാഹുലിന് വേണ്ടി പ്രതിരോധമൊരുക്കാൻ നിരവധി ആളുകളുണ്ട്. അത് നിങ്ങൾ ഓർത്തോ. നിങ്ങൾ എത്ര പേരൊക്കെ ആഞ്ഞ് ശ്രമിച്ചാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങൾ സംഭവം ന്യൂസ് ചാനലാണ്, ശരിയാണ്. നിങ്ങളുടെ ന്യൂസ് ചാനലുകൾക്ക് കിട്ടുന്നതിലും അധികം വ്യൂവർഷിപ്പ്, ജെന്യൂനായിട്ടുള്ള വ്യൂവർഷിപ്പ്, ഫോൺ ഫാമിങ്ങോ ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ളതല്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ കാണുന്ന വ്യൂവർഷിപ്പ് കിട്ടുന്ന പല ആളുകളും സോഷ്യൽ മീഡിയകളിലുണ്ട്. അവർ പ്രതിരോധിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾ എന്തൊക്കെ കഥകൾ ഉണ്ടാക്കിയാലും, നിങ്ങൾ എങ്ങനെയൊക്കെ വേട്ടയാടാൻ ശ്രമിച്ചാലും, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, അങ്ങ് തീർത്ത് കളയാം രാഹുലിനെ എന്ന് ആരെങ്കിലും കരുതിയിട്ട് ഈ പണിക്ക് ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആസനത്തിൽ വെടിപൊട്ടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. രാഹുലിന് വേണ്ടി പ്രതിരോധം ഒരുക്കാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോൾ പിഷാരടി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കാര്യങ്ങൾ ഉറപ്പായല്ലോ. നിങ്ങൾ രാവിലെ കൊടുത്ത വാർത്തകളല്ല ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളോട് തിരിച്ചൊരു ചോദ്യം, നിങ്ങൾ ഈ രാവിലെ കൊടുത്ത വാർത്ത അത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അപ്പോൾ വാർത്ത എന്ന് പറയുന്നത് അത് സത്യമാകണ്ടേ, യാഥാർത്ഥ്യമാകണ്ടേ? ഒരു രീതിയിലും നിങ്ങൾ കണ്ടോ? AICCക്ക് കൊടുത്ത അല്ലെങ്കിൽ സ്ക്രീനിങ് കമ്മിറ്റി കൊടുത്ത പട്ടിക നിങ്ങൾ കണ്ടോ? കണ്ടിട്ടില്ലല്ലോ. ഇനി പിഷാരടി നിങ്ങളോട് പറഞ്ഞോ, ഞാനുമായിട്ട് ഇങ്ങനെ ചർച്ച നടത്തിയിട്ടുണ്ട്, ഞാൻ പാലക്കാട് മത്സരിക്കാൻ പോവുകയാണെന്ന് പിഷാരടി പറഞ്ഞോ? അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, പിഷാരടി പറയുന്നു ഞാനുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു അറിയിപ്പോ നിർദ്ദേശമോ ലഭിച്ചിട്ടില്ല എന്ന് ആര് പറയുന്നു? പിഷാരടി പറയുന്നു. അപ്പോൾ നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഈ വാർത്ത കൊടുത്തത്? ഞാൻ എൻ്റെ പ്രേക്ഷകരോട് രാവിലെ തന്നെ പറഞ്ഞു, അതായത് ഇന്നലെ ഞാൻ പറഞ്ഞു, ഈ പറയുന്ന കുത്തിത്തിരിപ്പാണ് ഇത്, മാപ്രകളുടെ കുത്തിത്തിരിപ്പാണ്. ആദ്യം കണ്ണൻ ഗോപിനാഥിൽ തുടങ്ങി ശ്രീനാദേവിയിലൂടെ കെ മുരളീധരനിലെത്തി, ഇപ്പോൾ അത് പിഷാരടിയിലെത്തി നിൽക്കുന്നു. അതൊരു വല്ലാത്ത ഭയമാണ്, വെപ്രാളമാണ്. രാഹുൽ മാങ്കൂട്ടം എങ്ങാനും മത്സരിക്കുമോ എന്നുള്ള ഭയം. എന്നാൽ നിങ്ങളൊരു കാര്യം ഇപ്പം മനസ്സിലാക്കിക്കോ, എങ്ങാനും മത്സരിക്കുക എന്നല്ല, രാഹുൽ മത്സരിക്കും, ഉറപ്പായിട്ടും മത്സരിക്കും, കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കും, പാലക്കാട് മത്സരിക്കും. ഇപ്പം പിഷാരടി പറഞ്ഞില്ലേ, അത് പിഷാരടിയുടെ വാക്കുകൾ അത് നിങ്ങൾക്ക് കേട്ടില്ലേ? ഇനി ഞാനായിട്ടത് പറയണ്ടല്ലോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് പൊട്ടിക്കോ. ഇനി നിങ്ങൾ പൊട്ടി നിങ്ങൾക്ക് വഴി ഇല്ലാതെ വരുമ്പോൾ പുതിയ പരാതി കൊണ്ടുവന്നോ. രാഹുൽ മാങ്കൂട്ടം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കും.
മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിന്ന് മത്സരിക്കും. അവിടെയും തീരുമോ? അവിടെ തീരൂല. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറും. അവിടെ തീരുമോ? അവിടെയും തീരൂല. അത് കഴിഞ്ഞിട്ട് ഒരു ശുദ്ധി കലശമുണ്ട്. അത് നിങ്ങളുടെ കണ്ണാക്കിൽ പൊട്ടിച്ചുകൊണ്ടുള്ള ശുദ്ധി കലശമായിരിക്കും. അതുകൂടി പറഞ്ഞു വെക്കാം. അവിടെ എന്നിട്ടേ അവസാനിപ്പിക്കുകയുള്ളൂ. എല്ലാം എന്നിട്ട് മാത്രമേ അവസാനിപ്പിക്കുകയുള്ളൂ. അങ്ങനെ രാഹുലിനെ അങ്ങ് തീർത്ത് കളയാമെന്നുള്ള മനക്കോട്ട കെട്ടിയിട്ട് ആരെങ്കിലും ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ ആ മനക്കോട്ടകൾ തല്ലിത്തകർക്കാൻ എന്നെപ്പോലെയുള്ള 10,000 അവരത് ചെയ്യും. മനസ്സിലായില്ലേ? ഈ പറയുന്ന ഈ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ നിങ്ങൾ ഒരു കാര്യം കേട്ടിട്ടില്ലേ? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന്. അത് യഥാർത്ഥമാണ്. ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അത് ചെയ്തിരിക്കും. ജനങ്ങളുടെ വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വാങ്ങിക്കൊടുത്തിരിക്കും. അയാളെ വിജയിപ്പിച്ചിരിക്കും. ആർക്കൊക്കെ കുരു പൊട്ടിയാലും, ആരൊക്കെ എന്തൊക്കെ പണിയെടുത്താലും നിങ്ങളുടെ എല്ലാ പണികളെയും 8 നിലയിൽ പൂട്ടിയിരിക്കും. ഉറപ്പാ. ഇനി രാഹുലിനെ അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റാമെന്ന് കരുതി ഇനി ഒരു പരാതി കൂടി ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അയാളെ അറസ്റ്റ് ചെയ്ത് അകത്തിടാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടാലും ജയിലിൽ കിടന്നുകൊണ്ട് അയാൾ മത്സരിക്കും. എന്നിട്ട് അയാൾ തോക്കുമോ? തോക്കൂല. എന്നാലും അയാൾ ജയിക്കും. മനസ്സിലായില്ലേ? ഇതൊരു വാശിയാണ്. കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങളുമായിട്ടുള്ള ഒരു തുറന്ന പോരിന് തയ്യാറാവുകയാണ്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഈ പറഞ്ഞ പട്ടികയിൽ എന്തായാലും പാലക്കാട് മത്സരിക്കുന്ന പട്ടികയിൽ രമേശ് പിഷാരടി ഇല്ലല്ലോ. അതിപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടല്ലോ. ഇനി നിങ്ങൾ പറയില്ലല്ലോ രമേശ് പിഷാരടി പാലക്കാട് മത്സരിക്കുമെന്ന് നിങ്ങൾ പറയില്ലല്ലോ. എന്നാൽ നിങ്ങൾ ഇനി ഒന്ന് പറയാൻ തയ്യാറാക്കിക്കോ. എന്ന് പറഞ്ഞാൽ ഈ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുന്ന പട്ടികയിൽ പാലക്കാട് നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട്ടെ സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരാണ് കോൺഗ്രസ് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും രാഹുൽ പുറത്തല്ലേ എന്ന്. ഏത് പുറത്ത്? ആനപ്പുറത്താണോ രാഹുൽ ഉള്ളത്? പാർട്ടിക്ക് പുറത്തോ? പാർട്ടിക്ക് പുറത്തൊന്നല്ലടോ, രാഹുൽ അകത്ത് തന്നെയാണ്. മനസ്സിലായില്ലേ? രാഹുൽ ആര് പറഞ്ഞു പാർട്ടിക്ക് പുറത്താണെന്ന്? രാഹുൽ കുറച്ചു കാലം ഈ പറയുന്ന പാർട്ടിയുടെ ഔദ്യോഗിക വേദികളിലൊന്നും ഉണ്ടായിട്ടില്ല. അത് ശരി തന്നെ. എന്ന് കരുതിയിട്ട് അയാൾ പാർട്ടിക്ക് പുറത്തൊന്നല്ല. അയാളുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ പാർട്ടിയുണ്ട്. പിന്നെ എങ്ങനെയാണ് പാർട്ടിക്ക് പുറത്താവുന്നത്? അയാളുടെ ജീവൻ, അയാളുടെ നാഡികളിൽ ഓടുന്ന രക്തം പോലും പാർട്ടിയുടേതാ. പിന്നെ എങ്ങനെയാണ് അയാൾ പാർട്ടിക്ക് പുറത്താവുന്നത്? എങ്ങനെയാണോ പാർട്ടിക്ക് പുറത്താവുന്നത്? രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമ്പോഴോ, രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കുമ്പോഴോ, രാഹുൽ മാങ്കൂട്ടം കൈപ്പത്തി അടയാളത്തിൽ പാലക്കാട് നിന്ന് മത്സരിക്കുമ്പോഴോ ആ കാര്യം നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ. തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. കോൺഗ്രസിൻ്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വെരി നെക്സ്റ്റ് മൊമെൻറ്റിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് എത്തും. അതിൽ പാലക്കാട് നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കൂട്ടം ഉണ്ടാകും. ഉറപ്പിച്ചോ, എഴുതി വെച്ചോ.